ഹായ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നോൺ വെജ് വിഭവങ്ങളിലൊന്നായ ചിക്കൻ ബിരിയാണിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ? ഞാൻ ഇവിടെ ഏകദേശം 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ നന്നായി കഴുകി അതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ഉപ്പും നാരങ്ങാനീരും കൂടെ ചേർത്ത് നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാമേ. ഈ സമയം തന്നെ നമുക്ക് റൈസിനുള്ള കാര്യങ്ങളും കൂടെ സെറ്റാക്കി എടുക്കാം. അതിനായി ഞാൻ ഇവിടെ 3 കപ്പ് ബസ്മതി റൈസാണ് എടുക്കുന്നത്. റൈസ് നന്നായിട്ട് കഴുകിയിട്ടേ അത് 30 മിനിറ്റ് കുതിർക്കാനായിട്ട് വെക്കണേ. 30 മിനിറ്റ് കൂടുതൽ അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് 30 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മളത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കണം. നെക്സ്റ്റ് പാൻ ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് പപ്പടമൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം. ബിരിയാണിക്കായിട്ട് നമുക്ക് കുറച്ച് സവാള ആദ്യം തന്നെ വറുത്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനുള്ള എണ്ണയിൽ തന്നെ ഈ പപ്പടവും കൂടെ വറുത്തെടുത്താൽ അഡീഷണൽ നമുക്ക് എണ്ണയുടെ ആവശ്യം അവിടെ വരുന്നില്ല കേട്ടോ. ഇവിടെ നമ്മൾ 2 സവാളയാണ് വറുത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സവാള അരിഞ്ഞെടുക്കുമ്പം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏകദേശം ഒരേ കനത്തിൽ വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ കുറച്ച് ഫ്രൈ ആവും, കുറച്ച് ഫ്രൈ ആവാതെ ഇരിക്കും. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സവാളയൊക്കെ ഒന്ന് മൂത്തൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാമേ. പിന്നെ പുറത്തിരുന്ന് അത് കുറച്ചുകൂടെ കളർ വരികയും ക്രിസ്പി ആയിട്ട് മാറുകയൊക്കെ ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഗ്രേവി തയ്യാറാക്കാം. അതിനായി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 സവാള നീളത്തിൽ അരിഞ്ഞത്, 2 തക്കാളി, 1 പച്ചമുളക് എന്നിവ എടുക്കാം. നമ്മൾ നേരത്തെ സവാള വറുക്കെടുത്ത എണ്ണയില്ലേ, ആ എണ്ണ വെച്ച് തന്നെയാണ് നമ്മൾ ഇനിയുള്ള ഗ്രേവിയും ചെയ്തെടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഇളക്കിയ ശേഷം അതിലേക്ക് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാമേ. കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കുവേ അതിലേക്ക് സ്പൈസസ് ആയിട്ടുള്ള ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട, തക്കോലം, ബേ ലീവ്സ് ഒക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാമേ. സവാള വഴണ്ട് ചെറുതായിട്ട് കളറ് മാറി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവാളയും തക്കാളിയൊക്കെ ഏകദേശം വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇല്ലേ, അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ കവർ ചെയ്യുമ്പം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതിയേ. മസാലയെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മൂടി വെച്ച് അടച്ച ശേഷം 5 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാമേ. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ച് അടച്ച് വേവിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രഷായിട്ട് തന്നെ പൊടിച്ചെടുത്ത കുരുമുളകാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കറിക്ക് കിട്ടും കേട്ടോ. അതുകൂടാതെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് പെരിഞ്ചീരക പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം.
നമ്മൾ ബിരിയാണി റൈസ് ദം ചെയ്താണ് എടുക്കുന്നത്. അതുകൊണ്ട് അതിന് ആവശ്യമായിട്ടുള്ള ഗ്രേവി എത്രയാണോ വേണ്ടത് ആ ഒരു കുറുകിയ രൂപത്തിലാണ് നമുക്ക് ഈ ഒരു ചിക്കൻ്റെ ഗ്രേവി കിട്ടേണ്ടത് കേട്ടോ. ഇനി ഇത് തിളച്ച് നന്നായിട്ട് സെറ്റായി വരണം. വീണ്ടും മൂടി വെച്ച് നമുക്ക് കുറച്ച് നേരം കൂടെ ചിക്കൻ വേവിച്ചെടുക്കാം കേട്ടോ. ചിക്കനൊക്കെ വെന്ത് ഏകദേശം ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സവാളയില്ലേ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചിക്കൻ ഗ്രേവിയുടെ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വറുത്ത് വെച്ച സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ഗ്രേവി ഏകദേശം സെറ്റായിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി മാറ്റി വെക്കാം കേട്ടോ. ഇനി ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കിയെടുക്കാം. ഞാൻ കുക്കറിലാണ് റൈസ് ചെയ്തെടുക്കുന്നത്. കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം ആദ്യം തന്നെ കാഷ്യൂ നട്ടും കിസ്മിസും വറുത്തെടുക്കാമേ. ഇനി ഇതിലേക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരു ബേ ലീഫ്, ഒരു ചെറിയ പീസ് കറുവപ്പട്ട, 4 ഗ്രാമ്പു, ഒരു തക്കോലം, പിന്നെ 2 ഏലക്ക എന്നിവയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ, എന്നാലേ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ റൈസിന്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത പോലെ റൈസിനകത്തും കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനിയും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. റൈസ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ സവാള വറുക്കാൻ കുറച്ച് എണ്ണ ഉപയോഗിച്ചില്ലേ ആ എണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാമേ. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്ന ബസ്മതി റൈസ് ഇല്ലേ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ റൈസ് എടുക്കുന്ന ടൈമിൽ റൈസിന് തൊട്ടും മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അതിൽ കൂടാനും കുറയാനും പാടില്ല, എന്നാലേ റൈസ് നന്നായിട്ട് കുക്കായിട്ട് വരുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാമേ. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോഴേ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതായത് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം, എന്നാൽ മാത്രമേ കുക്ക് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ഉപ്പിൽ നിൽക്കുകയുള്ളൂ. ഒരു പൊടിക്ക് ഉപ്പ് കൂടുതൽ വേണം ചേർക്കാൻ, എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടി പോകാനും പാടില്ല, കുറയാനും പാടില്ല, ഒരു ഇച്ചിരി മുന്നിട്ട് നിൽക്കണം ഉപ്പ്. റൈസ് നന്നായിട്ട് തിളച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയിലുള്ള ഫ്ലെയിമില്ലേ അതിലേക്ക് മാറ്റാം. ഇനി ഇത് വിസിലില്ലാത്ത കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ച് കറക്റ്റ് 9 മിനിറ്റ് നമ്മൾ ഫോണിൽ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം 9 മിനിറ്റ് കഴിയുമ്പം ഓഫ് ചെയ്യുക. കറക്റ്റ് 9 മിനിറ്റ് കഴിയുമ്പം തന്നെ നമ്മളത് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കേ. ഇനി നമുക്ക് റൈസിന് ഒരു ചെറിയ മഞ്ഞ കളർ കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ പാല് തിളപ്പിച്ചെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് തിളച്ച പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അത് ഇളക്കി മാറ്റി വെക്കാം. ഇത് നമ്മൾ ബിരിയാണി ദം ചെയ്യില്ലേ ആ സമയത്താണ് മോളി ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഡലിക്കുട്ടുകയാണ്. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഗ്രേവി മാറ്റാം. അതെല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിയിൽ ജസ്റ്റ് ലെവലാക്കി കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് മല്ലിയില സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇങ്ങനെ മല്ലിയില മുകളിൽ വിതറുമ്പോൾ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം അത് വലിച്ചെടുക്കാതിരിക്കാനും അതേപോലെ തന്നെ റൈസിനൊരു മല്ലിയിലയുടെ ഫ്ലേവർ കിട്ടാനായിട്ട് സഹായിക്കും. നമ്മൾ നേരത്തെ കുക്കറിൽ റൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാൻ. എന്നാലേ അത് നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. റൈസ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്യുന്ന ചിക്കനിന് മുകളിലേക്ക് കുറേശ്ശെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ റൈസ് നമ്മൾ മുകളിൽ വിതറുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല. ജസ്റ്റ് അതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. റൈസ് എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച ആ പാലില്ലേ, അതും കൂടെ ജസ്റ്റ് അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊരു ചെറിയൊരു ലൈറ്റ് യെല്ലോ കളറിൽ നമുക്ക് കിട്ടും. ഇനി അതിന് മുകളിലേക്ക് മല്ലിയിലയും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പിന്നെ കാഷ്യൂ നട്ടും കിസ്മിസും ഒക്കെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ബിരിയാണിയുടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ്. അതായത് ഇത് മൂടി വെച്ചിട്ട് ഏറ്റവും ചെറിയ തീ വരുന്ന ബർണറിന് മുകളിൽ വെച്ച് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഏകദേശം ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാവേ. അത് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് സാലഡും കൂടെ തയ്യാറാക്കി വെക്കാം കേട്ടോ. സവാളയും പച്ചമുളകും തൈരും ഉപ്പും ഒക്കെ ചേർത്ത് ഒരു സാലഡും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബിരിയാണി ചെയ്യുമ്പോഴേ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വേണം ബിരിയാണി സെർവ് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു സ്പൈസസിൻ്റെയൊക്കെ ഫ്ലേവർ അതിനകത്തേക്ക് വന്നിട്ട് നല്ല ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ദേ അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ കുക്കറിൽ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിരിയാണി റെസിപ്പിയാണ് ഇത്. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.